ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഇരുമ്പ് ചട്ടികളൊക്കെ എങ്ങനെ എളുപ്പത്തിൽ സീസൺ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇരുമ്പ് ചട്ടികളൊക്കെ സീസൺ ചെയ്യാനായിട്ട് ഒത്തിരി വഴികളുണ്ട്. എന്നാൽ എളുപ്പത്തിൽ എങ്ങനെ സീസൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പ് ചട്ടിയുണ്ട്, തവയുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ സീസൺ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇരുമ്പ് ചട്ടി എങ്ങനെ മയക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഇരുമ്പ് ചട്ടി ഒന്ന് വാഷ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ഇതുപോലുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുകയാണ്. ഈ ഇരുമ്പ് ചട്ടിയുടെയൊക്കെ മുകളിലായിട്ട് ഒരു കറുപ്പ് പൊടികളുണ്ടാവും കേട്ടോ. ആ പൊടികളൊക്കെ നന്നായിട്ട് പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം. ആ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടായിരുന്ന കറകളൊക്കെ പോകുന്ന രീതിയിൽ 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതിലോട്ട് വേണ്ടത് പുളിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ പുളി നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഇപ്പം ഞാൻ ഇതാ പുളിയൊക്കെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പുളിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇരുമ്പ് ചട്ടിയൊക്കെ മയക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പുളിവെള്ളം വെച്ചിട്ട് നമുക്ക് ഇരുമ്പ് ചട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ സീസൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സീസൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേ ഇരുമ്പ് ചട്ടി ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇരുമ്പ് ചട്ടി നിറയത്തക്ക രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ ഏത് തരം ഇരുമ്പ് ചട്ടിയാണോ എടുക്കുന്നത് അത് നിറയത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് ചട്ടി നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഈ ഒരു പുളിവെള്ളം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പുളിവെള്ളം നന്നായിട്ട് കുറുകിയിട്ട് നമ്മുടെ ചട്ടിയുടെ പകുതി ഭാഗം എത്തുന്ന ടൈമിൽ തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ ചട്ടിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ കണ്ടാലറിയാം ആ കറകളൊക്കെ പോയിട്ടുണ്ട്. ഞാനിത് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ട് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു സവാള നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയും സവാളയൊക്കെ ചട്ടിയുടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു സവാള നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം ഞാനിത് സവാളയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എണ്ണ കോരി മാറ്റിയിട്ടില്ല. ആ എണ്ണ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചട്ടി കഴുകിയെടുക്കാം. ഇപ്പം എണ്ണയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ സോപ്പൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സോപ്പൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതാ കഴുകിയതിന് ശേഷം തുണി വെച്ചൊന്ന് തുടച്ചെടുത്തതാണ്. ഇനി ഞാൻ ഈ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി പുരട്ടി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചട്ടി സാധാരണ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പുരട്ടി കൊടുത്ത വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ദോശത്തവ എങ്ങനെ സീസൺ ചെയ്തെടുക്കാൻ നോക്കാം. ഈ ഒരു ദോശത്തവയും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് സോപ്പ് വെച്ചിട്ട് തന്നെ കഴുകണം. നമ്മുടെ ഈ ദോശത്തവയുടെ ഇരുമ്പിൻ്റെ കറ പോകുന്നവരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് തവ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തവ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് പുളി പിഴിഞ്ഞ വെള്ളമാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി നന്നായിട്ട് വറ്റി വരണം. ആ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഈ ഒരു പുളി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു പുളി നമ്മുടെ തവയുടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനിത് ദോശത്തവ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ദോശത്തവയിലോട്ട് ദോശ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. അതിനായിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ മുട്ട ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ദോശത്തവയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് പശുവിൻ നെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന ടൈമിൽ പശുവിൻ നെയ്യ് തന്നെ യൂസ് ചെയ്യണം. ഇനി ഈ നെയ്യൊന്ന് തവയിലോട്ട് പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദോശത്തവയിലോട്ട് പശുവിൻ നെയ്യ് കുറച്ചധികം തന്നെ തേച്ച് കൊടുക്കണം. ഇനി ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തവയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ മുട്ട ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ആ മുട്ട ദോശത്തവയുടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദോശ ഒരിക്കലും ദോശത്തവയിലോട്ട് ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ നോൺ സ്റ്റിക്ക് തവയിലൊക്കെ ദോശ ചുട്ടെടുക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു ഇരുമ്പ് തവയിലും ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഒട്ടും തന്നെ ദോശ ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ ഇങ്ങനെ ദോശത്തവ മയപ്പെടുത്തി എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ദോശ ചുടുമ്പോൾ ഒരു 3-4 ദോശ പശുനെയ്യിൽ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി നോക്കണം. അതുപോലെ തന്നെ ദോശ ചുട്ടെടുത്തതിന് ശേഷം ദോശത്തവ കഴുകുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മുട്ടയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം സാധാരണ പോലെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദോശത്തവയിൽ ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. ഇതിപ്പോൾ നമ്മുടെ പുതിയ ദോശത്തവയിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവുന്നില്ല. നമ്മുടെ ദോശത്തവയിലോട്ട് ദോശ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.